ഹലോ, ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് നമുക്കൊരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. അതായത് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ടെക്നിക്കാണ് പറയുന്നത്. ലോ ട്രഷനിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് നോ ടെക്നിക്ക്. നമ്മൾ ഒരുപാട് ടെക്നിക്കുകൾ ലോ ട്രഷനിൽ ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ടല്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് നടക്കേണ്ട ഒരു കാര്യം നമ്മൾ പല ടെക്നിക്കുകൾ ഉപയോഗിച്ച് നേടിയെടുക്കാറുണ്ട്. അതിലൊന്നാണ് 55 ടെക്നിക്ക്, 55 ടെക്നിക്ക്, 369 ടെക്നിക്ക്, അതേപോലെ പിലോ ടെക്നിക്ക്. ഇങ്ങനെ ഒരുപാട് ടെക്നിക്കുകൾക്ക് നമുക്കറിയാം. അതിലൊരു ടെക്നിക്കാണ് നോ ടെക്നിക്ക്. ഓക്കെ, ഈ നോ ടെക്നിക്ക് മറ്റ് ഓരോന്നും ഓരോ മാതിരിയാണ്, വ്യത്യസ്തമായിട്ടാണ് ഈ ടെക്നിക്ക് പറയുന്നത്. അപ്പം തീർച്ചയായും ഇതിന് റിസൾട്ട് ഉണ്ട്. കാരണം 21 ഡേയ്സ് അടുപ്പിച്ച് നിങ്ങളിത് ചെയ്താൽ ഉറപ്പായും ആദ്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ കടന്നാൽ മതി. വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന് കുറച്ച് സമയം എടുക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ ക്ഷമ എന്ന് പറയുന്നത് മനുഷ്യനില്ലാത്ത സാധനം. അപ്പോൾ എന്താവും, അയ്യോ ഒന്നും നടന്നില്ലല്ലോ, അപ്പം നിരാശയാവും. ചെറിയ നിരാശ പോലും നമ്മെ ബാധിക്കും. അതുകൊണ്ട് അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ചെറിയൊരു കാര്യം നിങ്ങൾ ഇത് നടക്കുമോ, അതെങ്ങനെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. ആ ടെക്നിക്ക് അങ്ങോട്ട് ചെയ്യുക, പ്രാക്ടീസ് അങ്ങോട്ട് ചെയ്യുക, പിന്നെ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ വിഷ്വലൈസേഷനും നമ്മൾ അഫർമേഷനും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ 21 ഡേയ്സ് ഈ ഒരു പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസിൻ്റെ പേരാണ് നോ ടെക്നിക്ക്. നോ ടെക്നിക്ക്. ഈ നോട്ട് ടെക്നിക്ക് എന്ന് പറയുന്നത് ഇതിന് ഉപയോഗിക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഒരു ചരട്. ഇതൊരു വൂളൻ നൂലാണ്. ഒന്നുകിൽ ചരട് എടുക്കാം, അല്ലെങ്കിൽ നൂലെടുക്കാം. പക്ഷെ നമ്മൾ വസ്ത്രം തുന്നുന്ന നൂല് എന്താ കുഴപ്പമെന്ന് വെച്ചാൽ അത് നേർമയായിരിക്കും. പക്ഷെ നമുക്കിങ്ങനെ അതായത് ഇതിങ്ങനെ ടൈ ചെയ്യണം, അതായത് ഇങ്ങനെ മുറുക്കണം, ഓരോ ഭാഗത്ത് ഓരോ കെട്ടിട്ട് വെക്കണം. അപ്പോൾ കെട്ടിട്ട് വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അത്. അതുകൊണ്ട് നിങ്ങളൊരു വൂളൻ നൂല് ഇങ്ങനത്തെ പല കളറിലും കിട്ടും. അതാകുമ്പോൾ കാണാനൊരു ഭംഗിയാണ്. ഓക്കെ, അത് വാങ്ങിക്കാം. ഇതിപ്പോൾ ഞാൻ ഓറഞ്ച് കളറാണ് വാങ്ങിച്ചത്. നമ്മൾ ഈ എംബ്രോയ്ഡറിക്ക് തുന്നില്ലേ അതിൻ്റെ, അല്ലെങ്കിൽ ആരെങ്കിലും തുന്നുന്ന എടുത്ത് ഉണ്ടെങ്കിൽ അറിയുന്ന ആരെടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് കഷ്ണം ഇത്ര മതി, വലിയ പീസൊന്നും വേണ്ട. ഇത് കുറച്ച് കൂടുതലാണ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് ഓരോരോ ഇത് സംഭവം നല്ല എഫക്റ്റീവ് ആയതുകൊണ്ട് ഞാനൊരു സെറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. കാരണം ഓരോ ആഗ്രഹങ്ങൾ നമുക്ക് ആവശ്യങ്ങൾ നടക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാമല്ലോ അല്ലേ. അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതെടുക്കുക. എടുത്ത ശേഷം നമുക്ക് ഇപ്പം ഹെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, മണി, ഇങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത്, നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആഗ്രഹം കൂടെ എടുക്കുക. ഒന്നേ എടുക്കാവും. അത് എല്ലാം കെട്ടുന്ന സമയത്ത്, അതായത് ഇതിലൊരു 7 കെട്ട് കെട്ടണം. അപ്പോൾ ആ 7 കെട്ട് കെട്ടുമ്പോഴും ആ ഒരൊറ്റ ആഗ്രഹം മാത്രമായിരിക്കണം പറയേണ്ടത്. അല്ലാതെ എല്ലാ ആഗ്രഹവും കൂടെ 7 കെട്ട് കെട്ടുമ്പോൾ എനിക്കത് വേണം, എനിക്കത് കിട്ടി, ഇത് കിട്ടി, ഇത് പറയാൻ പാടില്ല. ആ ഒരൊറ്റൊന്ന്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പറയണേ എനിക്ക് അടുത്ത മാസം ഒരു 10,000 അതായത് 10,000 രൂപ എനിക്ക് വേണം, എൻ്റെ അക്കൗണ്ടിൽ വരണം. അപ്പം ഐ ഗോട്ട് 20,000 നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ ഐ ഗോട്ട് 10,000, അല്ലെങ്കിൽ ഐ ഗോട്ട് 5,000 നെക്സ്റ്റ് മന്ത്. ഇങ്ങനെ പറയാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ നൂല് കൂടെ എടുക്കുക. എന്നിട്ട് ഒരു കെട്ട് കിട്ടുക. ഇങ്ങനെ കെട്ടിയിട്ട് നന്നായിട്ട് കണ്ണടച്ച ശേഷം വിഷ്വലൈസേഷൻ കൊടുക്കുക. കെട്ടുക, എന്നിട്ട് വിഷ്വലൈസേഷൻ കൊടുക്കുക. ഐ ഓൾറെഡി അച്ചീവ്ഡ് 2,000 റുപ്പീസ് നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ ഐ ഓൾറെഡി അച്ചീവ്ഡ് 20,000 റുപ്പീസ് നെക്സ്റ്റ് മന്ത്. ഇങ്ങനെ ഒരു കെട്ട് കെട്ടുക. അധികം മുറിക്കൊന്നും കെട്ടണം. അങ്ങനെ അടുത്ത കെട്ട് ഇതേപോലെ കുറച്ച് വിട്ടിട്ട് ഇതേപോലെ കെട്ടുക. അപ്പോഴും നമ്മൾ കണ്ണടച്ചിട്ട് പറയുക ഐ ഓൾറെഡി അച്ചീവ്ഡ് 20,000 നെക്സ്റ്റ് മന്ത്. വിഷ്വലൈസേഷനും കൊടുക്കുക. ആ പണം എങ്ങനെ വരും, ഏത് വഴിയിലൂടെ വരും ഒന്നും നിങ്ങൾ വിചാരിക്കേണ്ട. നിങ്ങൾ കെട്ടുക. ചെറിയ എമൗണ്ട് എടുത്ത് ഇതൊക്കെ നിങ്ങൾക്കൊരു ഉറപ്പുണ്ടാവില്ല. ചിലപ്പോൾ ഒരു ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു വ്യക്തി ചെയ്യുമ്പോൾ അതെങ്ങനെ വരും, 20,000 എങ്ങനെ വരും. അപ്പോൾ ഒരു 1000 രൂപയെങ്കിലും ജസ്റ്റ് വിചാരിക്കുക. ഓക്കെ, ജോലി ഉള്ളവരാണെങ്കിൽ എക്സ്ട്രാ മണിയായിട്ട് അങ്ങനെ ചിന്തിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളെ ഒരു കപ്പാസിറ്റിയും കൂടെ നോക്കണം കേട്ടോ ചെയ്യുന്ന സമയത്ത്. അടുത്ത 3ാമത്തെ കെട്ട് ഇതേപോലെ കണ്ണടച്ചിരുന്ന് കെട്ടുക. അങ്ങനെ ഇപ്പം 3 കെട്ട് ഞാൻ കെട്ടി. അങ്ങനെ 4ാമത്തെ കെട്ട് കെട്ടുക. ഒരേ ഒരൊറ്റ കാര്യം എല്ലാം കെട്ടുമ്പോൾ പറയേണ്ടുള്ളൂ. 3-4 കാര്യങ്ങൾ പറയാൻ പാടില്ല. ഓക്കെ,
4 കാര്യമായി. പിന്നെ അടുത്ത 5 കുറേ 4 8 കിട്ടി. അടുത്ത 5 5 ഇനി 6. അടുത്തത് ഒരു 7ാമത്തെ കെട്ടും കൂടെ. ഈ കെട്ടുമ്പോൾ ഒക്കെ നിങ്ങൾ കണ്ണടച്ചിട്ട് പറയണേ, ഞാൻ ജസ്റ്റ് കെട്ടി കാണിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ എത്ര കെട്ടായി? 7 കെട്ട് ഞാനിതിൽ കെട്ടിയിട്ടുണ്ട്. 7 കെട്ട് നോക്കൂ, 7 കെട്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചുരുട്ടി ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കയ്യിലൊക്കെ ഒന്ന് വെറുതെ കെട്ടാം. കാണുന്ന സ്ഥലത്ത് വെറുതെ കൈക്ക് കെട്ടുക. അതായത് രാഖി പോലെ വേണമെങ്കിൽ കെട്ടാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ കബോർഡില്ലേ, കബോർഡിൻ്റെ സൈഡിൽ വെക്കുക. അതായത് ഉള്ളിലേക്കൊന്നും വെച്ച് ഇതാക്കരുത്. കാരണം കാണുന്ന സ്ഥലത്ത് വെക്കുക. അലമാരേൻ്റെ മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന സ്ഥലത്ത് എന്നും ഇത് വെച്ചേക്കുക. അപ്പോൾ അത് കാണുന്ന സമയത്ത് നമുക്ക് ആ ഒരു ചിന്ത വരും. 21 ഡേയ്സ് നിങ്ങൾ ഈ ഇതെടുത്തിട്ട് പിന്നെ നിങ്ങൾ കെട്ടേണ്ട ആവശ്യമില്ല. ഈ 7 കെട്ടിക്കഴിഞ്ഞല്ലോ. കെട്ടിക്കഴിഞ്ഞ് അവിടെ വെച്ച ശേഷം I got 20,000 നെക്സ്റ്റ് മന്ത്, അല്ലെങ്കിൽ I got 11,000, I got 1,000 നെക്സ്റ്റ് മന്ത്. അങ്ങനെ എന്തെങ്കിലും വേറെ, അല്ലെങ്കിൽ ആ വ്യക്തി എന്നോട് അടുത്ത മാസം എന്നോട് നല്ല സൗഹൃദമായി പെരുമാറി, ഞാൻ ആഗ്രഹിച്ച ആ വ്യക്തി എന്നോട് നല്ല സ്നേഹത്തിൽ പെരുമാറി എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവുമല്ലോ നമ്മുടെ ആഗ്രഹം. അപ്പോൾ അത് ഏതായാലും കുഴപ്പമില്ല. ജസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മളെവിടെയെങ്കിലും ഒന്ന് നല്ല സ്ഥലത്തൊന്ന് കൊണ്ടുവയ്ക്കുക. അത് കാണുമ്പോൾ ഒക്കെ നമുക്ക് ഈ ഒരു ഓർമ്മ വരണം. അതിനാണ് ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടെക്നിക്ക് ചെയ്തും ഒക്കെ റിസൾട്ട് ഉണ്ട് കേട്ടോ. 21 ദിവസം നമ്മൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മുടെ മൈൻഡ് മാസ്റ്ററിൻ്റെ ക്ലാസ്സിനെ പറ്റി വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. മൈൻഡിൻ്റെ പവർ എന്ന് പറയുന്നത് നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെയല്ല. നമ്മുടെ മൈൻഡ് പവർ ഉപയോഗിച്ച് നമുക്ക് ജീവിതത്തിൽ നേടാൻ സാധിക്കാത്തതൊന്നും തന്നെയില്ല. അതുകൊണ്ട് മൈൻഡ് മാസ്റ്ററിൻ്റെ ക്ലാസ് ഒരിക്കലും നിങ്ങൾ ആരും മിസ് ചെയ്യരുത്. ഒരു ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ബാച്ച് സെപ്റ്റംബറിൽ ആരംഭിക്കും. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. അല്ലെങ്കിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, ആ ഗ്രൂപ്പിലേക്ക് ആവാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മൈൻഡ് പവർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ജീവിതത്തിലെ ലക്ഷ്യം നേടുക തന്നെ ചെയ്യും. 100%.